താരസംഘടനയുടെ പ്രതിനിധി വിനു മോഹൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. വിനു മോഹനിലേക്ക് ഒന്ന് പോയ ശേഷം അദ്ദേഹം ഫോണിലാണ്, അതുകൊണ്ടാണ്. വിനു മോഹൻ, ഇപ്പോൾ നിങ്ങളുടെ സംഘടനയിൽ നിന്നും ഷൈൻ ടോം ചാക്കോയെ പുറത്താക്കുമെന്നുള്ള പ്രതികരണമൊക്കെയാണ് ഇന്നലെ കണ്ടിരുന്നത്. നിങ്ങൾ എന്താണ് ഈ വിഷയത്തിലെടുക്കുന്ന ഒരു നിലപാട്? വിൻസി ഇപ്പോൾ റിട്ടേൺ കംപ്ലയിന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതോടൊപ്പം ഫിലിം ചേംബറിനും കൊടുത്തിട്ടുണ്ട്. അതിന്മേൽ എന്താണ് നടപടി? നമസ്കാരം. ഇതില് നമുക്ക് പുറത്താക്കൽ അതിലേക്ക് കാരണം വിശദീകരണമാണ് ഇപ്പം നമ്മൾ ഷൈനോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ അമ്മയുടെ സൈഡിൽ നിന്ന് നമ്മൾ ഒരു വിശദീകരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് ഒന്നാമത്തെ കാര്യം, വിൻസി നമ്മുടെ മെമ്പർ ആയിരുന്നില്ല, പക്ഷെ എങ്കിലും നമ്മൾ വിൻസിയോട് വിളിച്ച് സംസാരിക്കുകയും വിൻസിയുടെ കയ്യിൽ നിന്ന് റിട്ടേൺ കംപ്ലൈന്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ടുള്ള ഒരു വിശദീകരണം ഷൈനോട് ചോദിച്ചു. ഷൈനെ എനിക്ക് റീച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല, സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഷൈൻ്റെ അച്ഛനാണ് അച്ഛനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അദ്ദേഹം അത് എത്രയും പെട്ടെന്ന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. വിനുമോഹൻ, എന്ന് വിശദീകരണം നൽകണമെന്നാണ് സംഘടന ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഒരു 2-3 ദിവസത്തിനകത്ത് വിശദീകരണം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിൽ ഈ വിൻസിയോട് മോശമായി പെരുമാറി ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നത് മാത്രമാണോ, അതോ ഈ പറയുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം കൂടി നിങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ? ഇതിലിപ്പം നമുക്ക് വന്നിരിക്കുന്ന കംപ്ലൈന്റിന്റെ ഒരു പരാതി റിട്ടേൺ ആയിട്ട് എഴുതി തന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പൊ പുറത്ത് വന്നിട്ടുണ്ടെങ്കിലും നമ്മളുടെ അങ്ങനെ പുറത്ത് പറയരുതെന്ന് ഒരു റിക്വസ്റ്റ് അതിപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞു വിനു. അതായത് ഒരു വെളുത്ത പൊടി തുപ്പി എന്നും കണ്ണുകൾ വലുതായി വന്നു, അതിനുശേഷം ആ സിനിമാ ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്ത് വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഞാൻ ഇത്രയും പറഞ്ഞാൽ മതി, അതിലെ വാചകങ്ങളൊന്നും പറയണ്ട. ലഹരിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആരോപണത്തിൽ കൂടി നിങ്ങൾ വിശദീകരണം തേടിയിട്ടുണ്ടോ? നമ്മൾ ആ കംപ്ലൈന്റിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന എല്ലാ കാര്യത്തിലും വിശദീകരണം തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അതിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള, അതായത് സഹതാരങ്ങളായിട്ടുള്ള ആൾക്കാരോടും നമ്മൾ ഈ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതിന്റെ ഒരു കൃത്യമായ കാര്യങ്ങൾ പോവാണ്. പിന്നെ ഒരു നടപടിയും കാര്യങ്ങളുമൊക്കെ ഇപ്പം ഒന്നാമത് നമ്മളുടെ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ല, ഒരു അഡോ കമ്മിറ്റിയുടെ ഭാഗമാണ് ഇപ്പം നമ്മളെല്ലാവരും നിൽക്കുന്നത്. സോ അതിന് സംഘടനാപരമായിട്ടുള്ള പരിമിതികളുണ്ട് പല കാര്യങ്ങൾക്കും. അതൊരു ജനറൽ ബോഡിക്ക് മാത്രമാണ് അതിന്റെ ഒരു തീരുമാനങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് തന്നെ വിശദീകരണം കിട്ടുകയും അതിനൊരു കൃത്യമായ ഒരു എല്ലാവരുടെയും സഹതാരങ്ങളുടെയും എല്ലാവരുടെയും ഒരു കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. വിനുമോഹൻ, ഇപ്പോൾ താരസംഘടനയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഇപ്പോൾ ഫിലിം ചേംബറിൽ നിന്നും നേരത്തെ സജി നന്ദിയായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ ഷൈൻ ടോം ചാക്കോ എന്നൊരൊറ്റ വ്യക്തിയിൽ ഒതുങ്ങുന്നില്ലല്ലോ. പല താരങ്ങളായാലും ടെക്നീഷ്യൻസ് ആയാലും സിനിമാ മേഖലയിൽ ഈ തരത്തിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എന്താണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നടപടി? സജി നന്ദിയായിട്ട് പറയുന്നു, എല്ലാ സെറ്റുകളിലേക്കും ഷാഡോ പോലീസ് വന്നോട്ടെ, പരിശോധന നടത്തിക്കോട്ടെ എന്ന്. നിങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ സംഘടന? തീർച്ചയായിട്ടും. ഈ ലഹരിക്ക് എതിരെ എന്ന് പറയുന്നത് നമ്മൾ ഏതൊരാളും ഇപ്പൊ സിനിമയിൽ മാത്രമല്ല, മുഴുവൻ ഏത് മേഖലയിലും ലഹരിക്കെതിരെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും ധാർമ്മികമായ ഉത്തരവാദിത്തം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരു സമൂഹത്തെ അല്ലെങ്കിൽ വരുന്ന ഒരു തലമുറയെ നശിപ്പിക്കപ്പെടുന്ന ഒരു വലിയ വിപത്ത് തന്നെയാണിത്. അപ്പം ഇതിൽ നമ്മൾ ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയിരുന്ന ഒരു പത്രക്കുറിപ്പിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൂടെയുള്ള സഹോദര സംഘടനകളായാലും ആരായാലും ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന ഏത് പ്രവർത്തനങ്ങളിലും ശക്തമായുള്ള പിന്തുണയോടെ അവരുടെ കൂടെ ഉണ്ടാകുന്ന നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ തീരുമാനിച്ച കാര്യമാണത്. നിങ്ങൾക്ക് ഇപ്പോൾ വിനുവിന് സ്വന്തം ആയിട്ട് അഭിനയിക്കുന്ന ഘട്ടത്തിൽ എപ്പോഴെങ്കിലും സഹതാരങ്ങൾ ഈ രൂപത്തിൽ പെരുമാറുന്നു അല്ലെങ്കിൽ സെറ്റിലേക്ക് ലഹരി എത്തിക്കുന്നു എന്നുള്ള കാര്യം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവമുണ്ടോ? ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട അനുഭവം എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. കൂടുതലും ഞാൻ അങ്ങനെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടുന്ന ഒരാളുമല്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ലഹരി ഉപയോഗിച്ച് സെറ്റിൽ അങ്ങനെ ഒരു വലിയൊരു ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഞാൻ പേഴ്സണലി ഫേസ് ചെയ്തിട്ടില്ല. ഞാനിത് ഫേസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് പല സമൂഹത്തിലുള്ള ഒരുപാട് കുട്ടികളുടെ കയ്യിൽ നിന്നും അങ്ങനെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കുറേയധികം പ്രശ്നങ്ങളിലേക്ക് പെട്ടുപോയിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ ഒരു റീഹാബിറ്റേഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ആ തരത്തിൽ എനിക്ക് ഇതിനോടുള്ള ഒരു എക്സ്പീരിയൻസ് അത് മാത്രമാണ്. സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം എൻ്റെ പേഴ്സണൽ ഞാൻ അഭിനയിച്ച സിനിമകളിലോ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. തീർച്ചയായും. ഇതിലിപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോ എടുത്തിരിക്കുന്ന നടപടികളുണ്ടല്ലോ. ഇന്നലെ ഇപ്പോൾ മിനിഞ്ഞാന്ന് രാത്രി ഈ ഹോട്ടലിൽ നിന്ന് ചാടി ഇറങ്ങി ഓടി, അതും സാഹസികമായിട്ടാണ്. ഒരു അപകടം വേണമെങ്കിൽ സംഭവിക്കാമായിരുന്നു, അത് സംഭവിച്ചില്ല. പക്ഷെ അതിനുശേഷം അയാൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ നിരന്തരം ഈ സമൂഹത്തെ പരിഹസിക്കുന്ന എന്ന രൂപത്തിലുള്ള പോസ്റ്ററുകൾ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനോടൊക്കെ നിങ്ങളുടെ പ്രതികരണം എന്താണ്? സംഘടന എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാനിപ്പം ഈ പറയുന്ന കാര്യങ്ങൾ മാധ്യമത്തിലൂടെ സംസാരിക്കുന്ന സമയങ്ങളിൽ കേട്ടിട്ടുള്ള കാര്യങ്ങൾ, കാരണം ഞാനൊരു ട്രാവലിലായിരുന്നു, ഒരു 2-3 ഫംഗ്ഷൻസുമായിട്ട് ഞാനിങ്ങനെ ഒരു യാത്രയിലായിരുന്നു. പലപ്പോഴും അതിനിടയിലാണ് ഞാൻ ഈ സംസാരിച്ചിട്ടുള്ളത്. അപ്പം അതൊരു കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ അറിയാതെ ഞാൻ അതിലൊരു കമന്റ് രേഖപ്പെടുത്തുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
ശരി, ഏതായാലും വളരെ വിശദമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു. വളരെ നന്ദി വിനു. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റിന്റെ പ്രതിനിധി, അഡ്ഹോക് കമ്മിറ്റി പ്രതിനിധി കൂടിയാണ്. ഈ വിഷയത്തിൽ പരിശോധന നടത്തുന്ന കമ്മിറ്റിയിലെ ഭാഗം കൂടിയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.